ഹായ് ഓൾ. CS എക്സിക്യൂട്ടീവ് എക്സാം അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ പ്രീ എക്സാമിനേഷൻ എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CS എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ പ്രൊഫഷണലിന്റെ ഈ പ്രീ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. എക്സാം ഫോം ഇപ്പൊ നിങ്ങൾ ഡിസംബറിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ജൂണിലേക്കോ നടക്കുന്ന ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ODOPയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രീ എക്സാമിനേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത് ന്യൂ സിലബസിലെ വ്യത്യാസങ്ങളൊന്നുമില്ല. ന്യൂ സിലബസിലും ഇത് മാൻഡേറ്ററി തന്നെയാണ്. നിങ്ങൾ പ്രീ എക്സാമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ഫോം ഫില്ല് ചെയ്യാൻ പറ്റുക. ഇനി ഈ പ്രീ എക്സാമിനേഷന് സെപ്പറേറ്റ് പേയ്മെന്റ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ട. കാര്യം നമ്മൾ കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രീ എക്സാമിനേഷന് വേണ്ടുന്ന എമൗണ്ട് കൂടി നമ്മൾ അവിടെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പേയ്മെന്റ്സ് ഒന്നും അടയ്ക്കേണ്ടുന്നതില്ല. പക്ഷേ കുട്ടികളുടെ പൊതുവായ ഒരു ധാരണയാണ് പ്രീ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫുള്ള് കംപ്ലീറ്റ്, അതായത് ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, എക്സിക്യൂട്ടീവ് പഠിച്ചു തീർന്നിട്ടില്ല, അപ്പൊ പിന്നെ എങ്ങനെയാ പ്രീ എക്സാമിനേഷൻ എഴുതുന്നത്? അപ്പൊ പഠിച്ചു തീർന്നു കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ എഴുതാം, പ്രീ ടെസ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷേ എക്സാം രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും, അതായത് ഫോം ഫില്ല് ചെയ്യേണ്ടുന്ന ടൈം ഒക്കെ ആകുമ്പോൾ ലാസ്റ്റ് എൻഡ് ഡേറ്റിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ സൈറ്റ് ബ്ലോക്ക് ആവും. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാം ആണ്. അത് MCQ മോഡലിലാണ് നടക്കുക. ഇതില് മൊത്തം 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 100 മാർക്കാണ് നമ്മൾ ഒരു സബ്ജക്റ്റിന് കിട്ടുക. ഇതിൽ 40 മാർക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ പേപ്പർ ക്ലിയർ ആയി കിട്ടും. നിങ്ങൾ ഒരു മൊഡ്യൂൾ എക്സാം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മൊഡ്യൂളിലുള്ള എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ പ്രീ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടാണ് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഒരു ഇൻവിജിലേഷനോട് കൂടിയിട്ടൊന്നുമല്ല ഈ എക്സാം നടക്കുന്നത്. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഈ എക്സാം എഴുതാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് റെഫർ ചെയ്തോ ഒക്കെ എക്സാം എഴുതാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രീ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ എഴുതാം. ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് പ്രീ എക്സാമിനേഷന് CSCT പോലൊന്നും അല്ല, ഇതിന് നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ട്. അതായത് 25% മാർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ 4 എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് കുറയും. അപ്പൊ 40% മാർക്ക് എടുത്തുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയും ചെയ്യാം. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എവിടെയാണ്, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് എക്സാം എഴുതുക എന്നുള്ളതാണ്. സോ ICSIയുടെ സൈറ്റിൽ തന്നെ ലേണിംഗ് പോർട്ടലിൽ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ലേണിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഏത് മൊഡ്യൂളാണ് എടുക്കുന്നത് ആ മൊഡ്യൂള് ക്ലിക്ക് ചെയ്ത് അതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി CSന്റെ സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുന്ന പോർട്ടലില്ലേ, ആ പോർട്ടലിൽ തന്നെയാണ് ഇതിന്റെയും രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ID-യും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ID എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ലോഗിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ID എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും. അതിനകത്ത് ആ സ്ലാഷ് റിമൂവ് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഏരിയ @ICSI.edu എന്നുള്ളതായിരിക്കും നമ്മുടെ യൂസർ ID. അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്നത് learner@1234 ആണ് എന്റെ ബൈ ഡിഫോൾട്ട് പാസ്വേഡ് ആണ്. അത് ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചേഞ്ച് ഉണ്ടാവാം, പക്ഷെ ആ നോട്ടിഫിക്കേഷന് ഡീഫോൾട്ട് പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് ചേഞ്ച് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് ഉണ്ടാക്കുക. ദെൻ പിന്നെ ചെയ്യേണ്ടുന്നത് അതിനകത്ത് ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. അപ്പം എക്സാം നിങ്ങൾ ഒരു മൊഡ്യൂള് ഫുള്ള് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മൊഡ്യൂള് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എത്ര ടൈമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. 1 hour ആണ് ഒരു പ്രീ ടെസ്റ്റിന്, അതായത് ഒരു സബ്ജക്റ്റിന് നമുക്ക് കിട്ടുന്ന സമയം. ഇപ്പൊ ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും പാസ്സാണോ ഫെയിൽ ആണോ എന്നുള്ളത്. അപ്പൊ അത് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാനും പറ്റും. അതായത് ഇതേ സബ്ജക്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതാം, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. 8 മണിക്കൂർ കഴിയുമ്പോൾ എഴുതാം. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് 3 തവണ സെയിം സബ്ജക്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം, സെയിം സബ്ജക്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 8 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഇട്ടിട്ട് 3 തവണ വരെ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇനി 3 തവണയും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായില്ല, അപ്പൊ എന്ത് സംഭവിക്കും? 99 തവണ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് 99 ടൈംസ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് പ്രീ എക്സാമിനേഷൻ കൊടുക്കാം.
പക്ഷെ ഓരോ എക്സാമിന്റെ ഗ്യാപ്പ് എങ്ങനെയായിരിക്കണം? 8 മണിക്കൂറായിരിക്കണം. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം 3 തവണ മാത്രമാണ് അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുക. ഈ പാറ്റേണിലായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി പ്രീ എക്സാമിനേഷന്റെ റിസൾട്ട്, അതിന്റെ റിസൾട്ട് ഓൺലൈനായിട്ട് നമുക്ക് റിസൾട്ട് അപ്പം തന്നെ അറിയാം. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സാം ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ എക്സാം ചെയ്തിട്ടുണ്ട്, പ്രീ എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി എക്സാമിന്റെ പോർട്ടലിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് പെൻഡിങ് എന്ന് കാണിക്കും. പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. സോ ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. പിന്നെ ഇതിന് കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. ചിലപ്പോഴൊക്കെ ഒരു 2-3 ഡേയ്സ് ഒക്കെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാറുമുണ്ട്. പക്ഷെ ഈ കട്ട് ഓഫ് ഡേറ്റിനോട് അടുത്ത് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സൈറ്റ് ഒക്കെ പ്രശ്നത്തിലായിരിക്കും, നെറ്റ്വർക്ക് എറേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളിത് നേരത്തെ തന്നെ എഴുതിയിടുന്നതാണ് നല്ലത്. ഒരു ലാസ്റ്റ് മൊമെന്റ് റഷിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പേപ്പർ എക്സംഷൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്ന്. ഇപ്പൊ നമുക്ക് 2022 സിലബസിന്റെ നോട്ടിഫിക്കേഷനിൽ, പ്രീ എക്സാമിന്റെ നോട്ടിഫിക്കേഷനിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ ഫുൾ എക്സംപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ മൊഡ്യൂള് പിന്നെ പ്രീ എക്സാമിനേഷൻ കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടാണ് എക്സംഷൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളിതിന് അറ്റൻഡൻസ് കിട്ടും. ഓക്കെ, അറ്റൻഡൻസ് കിട്ടിയാൽ മതി. നിങ്ങൾ അതിനകത്ത് എഴുതി പാസ്സാവണം എന്നില്ല. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ജൂറിസ്പ്രുഡൻസ്, ഇപ്പൊ LLB ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യണ ആളുകളെ സംബന്ധിച്ച് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ എക്സംപ്റ്റഡ് ആണ്. പക്ഷെ പ്രീ എക്സാമിനേഷൻ അതിന് കൊടുക്കണോ, പാസ്സാവണോ, അതിന് നിങ്ങൾ എക്സംഷൻസ് ഉണ്ട് എങ്കിൽ കൂടി നിങ്ങളത് അറ്റംപ്റ്റ് ചെയ്യുക. അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടുന്നതില്ല, എക്സാം ലോഞ്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ കിട്ടിക്കോളും. അത് പാസ് പെർസെൻറ്റേജിലേക്ക് ആഡ് ആയിക്കോളും. അതായത് ടോട്ടൽ മൊഡ്യൂളിന്റെ പ്രീ എക്സാമിനേഷന്റെ കൂടെ അത് കൗണ്ട് ആയിക്കോളും. പക്ഷെ നിങ്ങളത് അറ്റൻഡ് ചെയ്യാം. സോ ഇനി ആരെങ്കിലും ഒക്കെ ഇപ്പൊ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീ എക്സാമിനേഷൻ നേരത്തെ തന്നെ എഴുതിയിടുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.